യമനിലെ ഇസ്രായേൽ ആക്രമണത്തിന് സൗദിയുടെ വ്യോമപാത തുറന്നുകൊടുത്തിട്ടില്ലെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് തുർക്കി അൽ മാലിക്കി. സൗദിയുടെ വ്യോമപാതയിലൂടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന പ്രചാരണങ്ങൾക്കിടയിലാണ് വിശദീകരണം. യമനിലെ ആക്രമണം മേഖലയിൽ സമാധാന ശ്രമങ്ങൾ തകർക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. ഇസ്രയേലിലേക്ക് നടത്തിയ ഹൂത്തികളുടെ ആക്രമണത്തിന് പിന്നാലെ യമനിലെ ഹുദൈദയിൽ ഇന്നലെ ഇസ്രയേൽ ബോംബിട്ടിരുന്നു. വ്യോമസേനയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ഇസ്രയേലിന് സൗദിയുടെ വ്യോമപാത വഴിയാണ് ഇങ്ങോട്ട് നേരിട്ട് എളുപ്പത്തിലെത്താനാകുക. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സൗദിക്കെതിരായ പ്രചാരണം. ഇതിനാണ് സൗദി പ്രതിരോധ മന്ത്രാലയം വിശദീകരണം നൽകുന്നത്. ഗസയിലെ ആക്രമണം ഇസ്രയേൽ തുടങ്ങിയ ശേഷം സൗദി വ്യോമപാത ഇതുവരെ ഒരാൾക്കും ആക്രമണത്തിനായി തുറന്നു നൽകിയിട്ടില്ല. യമനിലെ ആക്രമണവും തുടർന്നുള്ള സംഭവങ്ങളും മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുമെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. യമനിലെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് സൗദിയെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രയേൽ ആക്രമണം നടത്തിയെങ്കിലും യമനിലെ ഹൂത്തികൾ ഇപ്പോഴും ഇസ്രയേലിനെതിരായ ആക്രമണം തുടരുകയാണ്. യമനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമായ എരിത്രിയയിൽ ഇസ്രയേലിന് സൈനിക താവളമുണ്ട്. യമനിലേക്കുള്ള ആക്രമണം ഇസ്രയേലിന്റെ ഈ സൈനിക താവളത്തിൽ നിന്നാണെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇസ്രയേലോ മറ്റേതെങ്കിലും സൈനിക വിഭാഗങ്ങളോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.